ക്വസ്റ്റൻ ആണ്. The joint PDF of the random variables x and y is as follows. തന്നിരിക്കുന്നത് റാൻഡം വേരിയബിൾസ് എക്സിന്റെയും വൈന്റെയും ജോയിന്റ് PDF ആണ്. എക്സിന്റെ ലിമിറ്റ് 0 to 0.2 ആണ്, y ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ 0 to ഇൻഫിനിറ്റി. അപ്പൊ തന്നിട്ടുള്ളത് എക്സിന്റെയും വൈയുടെയും ജോയിന്റ് PDF ആണ്. ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യും? ഇപ്പൊ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം, മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ കണ്ടുപിടിച്ചിരിക്കണം. രണ്ടും കൂടെ ഇൻഡു ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എഫ് ഓഫ് എക്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അപ്പൊ ആദ്യം എന്താ കണ്ടുപിടിക്കാം? മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. എന്താണ് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്? എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റ് എന്താണ്? 0 to ഇൻഫിനിറ്റി അല്ലേ? വൈയുടെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ആണ്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോഴേ ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ആണ്. അതായത് ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റ് എന്താണ്? 0 to ഇൻഫിനിറ്റി ആണ്. എഫ് ഓഫ് എക്സ് വൈ 25 e−5y dy. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 25 കോൺസ്റ്റന്റ് ആണ്, അത് വെളിയാക്കാം. e−5y നെ e−5y -5 0 to ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കാം. ഇതെന്താണ്? 25/-5. അപ്പോൾ -5 വരും. ഈ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e−ഇൻഫിനിറ്റി, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e⁻0. എന്താണ് e⁻∞? e⁻∞ ഇൻഫിനിറ്റി ആണ്. അപ്പൊ e⁻∞ എന്താണ്? 1/∞ 0. e⁻∞ 0 ആണ്. e⁻0 1 ആണ്. അപ്പൊ എന്ത് കിട്ടി? -5 × -1 5 ആണ് കിട്ടിയത്. അപ്പൊ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞു. എന്താണ് എഫ് എക്സ് ഓഫ് എക്സ്? എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5 ആണ്. എന്താണ് ഇന്റർവെൽ? എക്സിന്റെ ഇന്റർവെൽ ആണ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0.2, 0 അതർവൈസ്. നമുക്ക് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതൊന്ന് നോക്കിക്കേ, ഇതെന്തോന്ന് PDF ആണിത്? ഇതെന്തോ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിപ്പോ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പോലെയല്ലേ? എക്കും ബിക്കും ഇടയിൽ എക്സ്, 0ക്കും 0.2ക്കും ഇടയ്ക്ക് എക്സ് വരുന്നത്. അപ്പൊ അതുപോലെ എന്താണ്? 5. ഇതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ എന്താണ്? എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഇന്റർവെൽ 0,2 അല്ലേ? ഇത് കണ്ടുപിടിച്ച് വെച്ചാൽ നമുക്ക് ഇതിന്റെ അടുത്ത് മെയിനും വേരിയൻസും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു വെച്ചത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വേണം, എക്സ്പെക്ടേഷൻ ഓഫ് വൈയും വേണം. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ത് വരും? അതുകൂടെ ഇവിടുന്ന് കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ്? ഇതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ്? മീൻ എന്ന് പറയുന്നത് a+b/2 ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ a+b/2 ആണ്. അപ്പൊ എന്ത് വരും? 0 + 0.2/2 ആണ്. അപ്പോൾ നമുക്ക് 0.1 എന്ന് കിട്ടി. ഇവിടെ നേരെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും കൂടെ കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിലാണ് അത് ആവശ്യം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സും കൂടെ കണ്ടുപിടിച്ച് വെച്ചു. അപ്പൊ എന്താണ്? നമുക്ക് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ. എന്താണ് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ? ഇന്റഗ്രൽ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ വരുമ്പോൾ ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് വൈ dx ആണ്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ വരുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് വൈ dx. എന്താണ് എക്സിന്റെ ലിമിറ്റ്? 0 to 0.2, 0 to 0.2. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 0.2 എഫ് ഓഫ് എക്സ് വൈ എന്താണ്? 25 e⁻⁻5y dx. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 25 വെളിയിലെടുക്കാം. e⁻⁻5y നെ e⁻⁻5y/-5 ലിമിറ്റ് 0 to 0.2. എന്താണ് 25/-5? -5 ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴേ e⁻⁻5 × 0.2 -e⁻0 ഇതല്ലേ? അപ്പൊ എന്ത് വരും? -5 × സോറി, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി. എന്താണ്? എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യണത്. അപ്പൊ e⁻⁻5y കൂടെ കോൺസ്റ്റന്റ് ആണ്. എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യണത്. അപ്പൊ 25ഉം
ഇ റൈസ് ടു മൈനസ് 5y കോൺസ്റ്റന്റ് ആണ്. എന്താണ് ഇന്റഗ്രൽ ഓഫ് എക്സ്? ഡി എക്സ്. എക്സ് ആണ് 0 to 0.2. അപ്പൊ എന്ത് വരും? 25 ഇ റൈസ് ടു മൈനസ് 5y ഇൻറ്റു 0.2 എന്ന് വരും. എന്താണ് 25 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞാൽ? 25ന് 2 ഉണ്ടെങ്കിൽ 5 വരും. 5 ഇ റൈസ് ടു മൈനസ് 5y. 5 ഇ റൈസ് ടു മൈനസ് 5y. അപ്പൊ എന്ത് കിട്ടി? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് y എന്ന് പറയുന്നത് എഫ് വൈ ഓഫ് y. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 5 ഇ റൈസ് ടു മൈനസ് 5y. എന്താണ് വൈയുടെ ലിമിറ്റ്? y ഗ്രേറ്റർ ദാൻ 0, 0 അതർവൈസ്. അല്ലോ. അപ്പൊ എന്ത് കിട്ടി? മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് y കിട്ടിക്കഴിഞ്ഞു, മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സും കിട്ടിക്കഴിഞ്ഞു. ഇത് നോക്കിക്കേ, ഇതെന്തോന്നിന്റെ പീഡിയ പോലെ ഇരിക്കുന്നു? ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ വൈ പോലെയല്ലേ? അപ്പൊ ഇതൊരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? അപ്പൊ എന്താ എന്ത് പറയാം? y ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ 5 ആണ്. എങ്ങനെ ഇരിക്കുന്നു? ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ വൈ പോലെയാണ്. അപ്പൊ ഈ ലാംഡയുടെ വാല്യൂ ആണ് 5. അപ്പൊ y ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് y എന്താണ്? 1/λ ആണ്. 1/λ എന്ന് പറയുന്നത് 1/5 ആണ്. അത്രയും കിട്ടി കഴിഞ്ഞു. ഇനി എന്ത് പറയണം? നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്ന്. ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് ഐ നോക്കാം. രണ്ടും കിട്ടിക്കഴിഞ്ഞല്ലോ. എന്താണ് എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ? എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ എന്ന് പറയുന്നത് എഫ് എക്സ് ഓഫ് എക്സ് 5 ആണ്. എഫ് വൈ ഓഫ് വൈ 5 ഇ റൈസ് ടു മൈനസ് 5y. അതായത് 25 ഇ റൈസ് ടു മൈനസ് 5y തന്നെ. നമുക്ക് ആ കിട്ടിയത് തന്നെയാണ്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0.2ഉം y ഗ്രേറ്റർ ദാൻ 0യും 0 അതർവൈസും ആണ്. ഇതെന്തോന്നാണ്? നമ്മുടെ ജോയിന്റ് പി ഡി എഫ് തന്നെയാണ്. എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ തന്നെയാണ്. അപ്പൊ എന്ത് പറയാം? എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്ത് വേണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ് ഇവിടെ പ്രൂവ് ചെയ്യണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും നമ്മൾ ഇവിടെ തന്നെ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി എന്തും കൂടെ കണ്ടുപിടിച്ചാൽ മതി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈയും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അതിനായിട്ട് എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈയുടെ ഫോർമുല? ഡബിൾ ഇന്റഗ്രൽ എക്സും വൈയും വരുന്നില്ലേ? അപ്പൊ ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ ജോയിന്റ് പി ഡി എഫ് ആണ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഡബിൾ ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് എന്താണ്? വൈയുടെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ആണ്. നമുക്ക് വൈ ആദ്യം ചെയ്യാം. എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ എന്താണ്? 25 ഇ റൈസ് ടു മൈനസ് 5y. വൈ ആദ്യം ചെയ്യാം. പിന്നെ അടുത്ത് എക്സ്. വൈയുടെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ആണ്. എക്സിന്റെ ലിമിറ്റ് 0 to 0.2 ആണ്. തിരിച്ചാലും കുഴപ്പമില്ല. പിന്നെ 0 to ഇൻഫിനിറ്റി വന്നോണ്ടാണ് അതിനകത്തിട്ടത്. അപ്പൊ എന്താണ്? വൈയുടെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. വൈ ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. അപ്പൊ 0 മുതൽ ഇൻഫിനിറ്റി വരെ. എക്സ് ആണെങ്കിലോ 0 to 0.2 വരെയാണ്. നമുക്ക് ഈ 25ന് വെളിയിലാക്കാം. ഇന്റഗ്രൽ 0 to 0.2. നമ്മൾ ആദ്യം ഡി വൈക്ക് ചെയ്യാൻ പോവുകയാണ്. ഡി വൈക്ക് ചെയ്യുമ്പം ആരൊക്കെയാണ് കോൺസ്റ്റന്റ്? 25ഉം എക്സും കോൺസ്റ്റന്റ്. പിന്നെ എന്താണ്? അപ്പൊ എന്താ? പിന്നെ ഡി എക്സും കൂടെ വെളിയിലാക്കാം. അകത്ത് എന്ത് വരും? വൈ ഉണ്ട്, ഇ റൈസ് ടു മൈനസ് 5y ഉണ്ട്, ഡി വൈ. ഇങ്ങനെയല്ലേ? ഇങ്ങനെ എഴുതാമല്ലോ. അതായത് ആദ്യം വൈ ചെയ്യുമ്പോഴത്തേക്ക് എക്സും ഇ റൈസ് എക്സും 25ഉം കോൺസ്റ്റന്റ് ആണ്. അതിനെ വെളിയിലാക്കി. 25 ആദ്യമേ വെളിയിലാക്കി. 25നെ ആദ്യമേ വെളിയിലാക്കി. അപ്പൊ എന്താണ്? വൈ എടുക്കുമ്പോഴത്തേക്ക് എക്സും ഡി എക്സും കോൺസ്റ്റന്റ് അതിനെ വെളിയിലാക്കി. പിന്നെ എന്താണ്? ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റ് എന്താണ്? അതായത് ഇന്റഗ്രൽ 0 to 0.2. നമ്മൾ എക്സിനെ വെളിയിലാക്കി, ഡി എക്സിനെ വെളിയിലാക്കി. 25 വെളിയിലുണ്ട്. അടുത്തെന്താണ്? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി. വൈ ഉണ്ട്, ഇ റൈസ് ടു മൈനസ് 5y ഡി വൈ. ഇതാണല്ലോ. എന്താണ് ഇന്റഗ്രൽ ഓഫ് എക്സ്? ഒരു 25 വെളിയിലുണ്ട്. എക്സിന് x²/2. ലിമിറ്റ് 0 to 0.2 ആണ്. എന്താണ്? y ഇ റൈസ് ടു മൈനസ് 5yന് നമ്മുടെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യണം.
ഫസ്റ്റ് ഫംഗ്ഷൻ y ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് e റൈസ് ടു മൈനസ് 5y e റൈസ് ടു മൈനസ് 5y ബൈ മൈനസ് 5 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 1 ഡെറിവേറ്റീവ് ഓഫ് y 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് e റൈസ് ടു മൈനസ് 5y ബൈ മൈനസ് 5 ഇൻറ്റു മൈനസ് 5 25 ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. ഇതല്ലേ? അപ്പൊ എന്ത് കിട്ടും? ബൈ 2 കൊണ്ട് വെളിയിലോട്ടാക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 0.2 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ഇൻറ്റു അപ്പുറത്ത് എന്താണ് y ആണുള്ളത്. നമ്മൾ y ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താണ് e റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. അപ്പൊ ഫസ്റ്റ് പാർട്ട് 0. അടുത്തെന്താണ് e റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0. ഇത് രണ്ടും 0 ആണ്. അപ്പർ ലിമിറ്റ് രണ്ടും 0. അടുത്ത് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ e റൈസ് ടു 0 1 ആണ്. ലോവർ ലിമിറ്റ് 2 പ്ലസ് വരും. പക്ഷെ y 0 ലോവർ ലിമിറ്റ് y 0 കൊടുക്കുമ്പോൾ 0 ആ ടൈം 0 ആണ്. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്താണ് ലോവർ ലിമിറ്റ് 2 പ്ലസ് ആണ്. e റൈസ് 0 1 ആണ്. 1/25 കൂടെ ഉണ്ട്. അപ്പൊ എന്ത് കിട്ടി? 25 വെട്ടിക്കളയാം. 0.2 സ്ക്വയർ എന്താണ് 0.04 ആണ്. ബൈ 2 ആണ് എന്ന് പറഞ്ഞാൽ 0.02 എന്ന് വരും. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 0.02 എന്ന് കിട്ടി. ഇനി എന്താണ് പ്രൂവ്? ഇത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ആണ് 0.02 എന്ന് കിട്ടിയത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈയും കൂടെ നോക്കി നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 0.1 ആയിരുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്തായിരുന്നു? 1/5. അപ്പൊ എന്ത് വരും? 0.1 ഇൻറ്റു 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അപ്പൊ എന്ത് വരും? 0.02 തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് കിട്ടി കഴിഞ്ഞു. ഇതായിരുന്നു നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമ്മളെല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ആണ്. എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ ഇന്റർവൽ -1 and 1. എന്താണ് പറയുന്നത്? എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഇന്റർവൽ -1, 1. അങ്ങനെയാണെങ്കിൽ അതിന്റെ PDF എന്താണ്? എഫ് ഓഫ് എക്സ് എന്താണ്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്താണ്? 1/b - a എന്നാണ്. 1/b - a ലെസ് ദാൻ 0 x ലെസ് ദാൻ b എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 1 മൈനസ് ലോവർ ലിമിറ്റ് -1. 1 മൈനസ് -1. അപ്പൊ എന്ത് വരും? 1/2 -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് വരും. 0 അതർവൈസ്. ഇതെന്താണ് കിട്ടിയത്? നമ്മൾ എക്സിന്റെ PDF ആണ് കണ്ടുപിടിച്ചെടുത്തത്. എക്സിന്റെ PDF കണ്ടുപിടിച്ചെടുത്തു. ഇതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് a+b/2 ആണ്. അതായത് 1 + -1/2 ആണ് 0. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 0 എന്ന് കിട്ടി. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ആവശ്യമുണ്ട്. എന്ത് കിട്ടി? നമുക്ക് എക്സ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് എക്സിന്റെ PDF എഴുതി. ഇനി അവിടുന്ന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിച്ച് വെച്ചു. ഇനി എന്ത് നോക്കണം? y = x² എന്നുണ്ട്. അല്ലാതെ വൈന്റെ PDF ഇല്ല. നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് y വേണം. എക്സ്പെക്ടേഷൻ ഓഫ് y കണ്ടുപിടിച്ച് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് y എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താണ്? y എന്ന് പറഞ്ഞാൽ x² അല്ലേ? y = x² ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x², എക്സ്പെക്ടേഷൻ ഓഫ് x² കണ്ടുപിടിച്ചാൽ മതി. y = x² ആണെന്നുണ്ടല്ലോ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് y = എക്സ്പെക്ടേഷൻ ഓഫ് x² ആണ്. ഇന്റഗ്രൽ -∞ to ∞ x² f of x dx. ഇതാണല്ലോ ഇന്റഗ്രൽ. ലിമിറ്റ് എന്താണ്? -1 to 1 ആണ്. -1 to 1 x² f of x എന്താണ്? 1/2 dx. അപ്പൊ 1/2 വെളിയിലാക്കാം. ഇന്റഗ്രൽ ഓഫ് x² x³/3 ആണ്. -1 to 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1/6 ഇൻറ്റു 1 - -1. അപ്പൊ എന്ത് വരും? 1/6 ഇൻറ്റു 2 എന്ന് വരും. 2/6 ആണ്. അതായത് 1/3 എന്ന് കിട്ടും. നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് y കിട്ടിക്കഴിഞ്ഞു. എക്സ്പെക്ടേഷൻ ഓഫ് x 0 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് y 1/3 എന്ന് കിട്ടി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് xy കൂടെ കണ്ടുപിടിച്ച് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് xy എങ്ങനെ കണ്ടുപിടിക്കും?
അപ്പൊ ഇവിടെ കിട്ടിയത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0, എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് 1/3. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ചെയ്യാനായിട്ട് നമുക്ക് വൈയുടെ PDF ഇല്ല, പക്ഷെ വൈ കൊണ്ട് x² ആണെന്ന് അറിയാം. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈക്ക് x² ആണ്. അപ്പൊ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് ആണ്. അതെന്താണ്? ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ്, അതായത് -∞ ടു ∞ എക്സ് ക്യൂബ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതായത് ഇന്റഗ്രൽ -1 to 1, എക്സിന്റെ ലിമിറ്റ് -1 to 1 ആണല്ലോ. എക്സ് ക്യൂബ് എഫ് ഓഫ് എക്സ് എന്താണ്? 1/2 ഡി എക്സ്. 1/2 വെളിയിലാക്കാം. എന്താണ് എക്സ് ക്യൂബിന്റെ ലിമിറ്റ്? ഇന്റഗ്രൽ x⁴/4 -1 to 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 1/8 × 1 - 1 എന്നാണ്, 0 എന്നാണ് കിട്ടുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ കിട്ടിയത് 0 എന്നാണ്. ഇനി എന്ത് നോക്കാം? ഈ പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ചെയ്യാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 0 അല്ലേ, എക്സ്പെക്ടേഷൻ ഓഫ് വൈ 1/3 അല്ലേ, കിട്ടിയത് 0 എന്നല്ലേ. എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് കിട്ടിക്കഴിഞ്ഞു. നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ ആണെന്ന് പഠിച്ചു. പക്ഷെ തിരിച്ച് ഇത് ശരിയാണെങ്കിൽ എക്സും വൈ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഇത് സാറ്റിസ്ഫൈഡ് ആയെന്ന് പറഞ്ഞുകൊണ്ട് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ പറയണമെന്നില്ല, ഇൻഡിപെൻഡന്റ് ആവണമെന്നില്ല, ഇൻഡിപെൻഡന്റ് ആവാതെ വരാം. അപ്പൊ അതും കൂടെ പ്രൂവ് ചെയ്യണം. ആർ എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡന്റ്, എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്ന് നോക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ് ആണോ നോക്കണം. എങ്ങനെയാണ്? നമ്മൾ എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയാൽ മതി. എഫ് എക്സ് ഓഫ് എക്സ് ആണ് എഫ് ഓഫ് എക്സ്, അതുണ്ട്. പക്ഷെ എഫ് വൈ ഓഫ് വൈ ഇല്ല. കാരണം എന്താണ്? വൈക്ക് ഒരു PDF ഒന്നും ക്വസ്റ്റ്യൻ പറയുന്നില്ല, പക്ഷെ വൈ ഈക്വൽ ടു എക്സ് പറഞ്ഞേ ഉള്ളൂ അല്ലേ. വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വൈയും എക്സും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ. വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോഴേ വൈയും എക്സും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇൻഡിപെൻഡന്റ് അല്ല ഡിപെൻഡന്റ് ആണ് എന്നല്ലേ. നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. അതായത് വേറൊരു ഇതെടുക്കാം. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് x² y ചെയ്ത് നോക്കാം. ഇതിപ്പോ ശരിയായി, എന്നാലും എക്സ്പെക്ടേഷൻ ഓഫ് x² y ചെയ്ത് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എടുത്തപ്പോൾ ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ എന്ന് കിട്ടി. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x² y എടുക്കുമ്പോൾ എന്താണ്? നമുക്ക് ഇ ഓഫ് x² ഇൻറ്റു ഇ ഓഫ് വൈ കിട്ടുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അപ്പൊ ഇ ഓഫ് x² y എന്താണ്? ഇ ഓഫ് x² ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ x² ആണ്, വൈ x² ആണ്. അപ്പൊ എന്ത് വന്നു? എക്സ്പെക്ടേഷൻ ഓഫ് x⁴ അല്ലേ. അതായത് ഇന്റഗ്രൽ -1 ലിമിറ്റ് -1 to 1 ആണ്. x⁴ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇന്റഗ്രൽ -1 to 1 x⁴ എന്താണ്? എഫ് ഓഫ് എക്സ് 1/2 ആണ് ഡി എക്സ്. അപ്പൊ എന്ത് വരും? 1/2 ഇൻറ്റു x⁴ x⁵/5 എന്ന് വരും. ലിമിറ്റ് -1 to 1 ആണ്. കൊടുക്കുമ്പോഴത്തേക്ക് 1/10 ഇൻറ്റു 1 - -1 എന്ന് വരും. അപ്പൊ 2/10 ആണ്. അതായത് 1/5 എന്നാണ് കിട്ടിയത്. 1/5 എന്നാണ് കിട്ടിയത്. എക്സ്പെക്ടേഷൻ ഓഫ് x² y കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? ഇ ഓഫ് x² ഇ ഓഫ് വൈയും കൂടെ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു നോക്കുമ്പോൾ ഇതിനെ കിട്ടുമോ നോക്കാം. ഇ ഓഫ് x² വേണം. ഇ ഓഫ് x² എന്താണ്? ഇ ഓഫ് x² നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ഇ ഓഫ് x² നേരത്തെ ഒരിക്കൽ കണ്ടുപിടിച്ചായിരുന്നു. 1/3 ആയിരുന്നു. ഇ ഓഫ് വൈ എന്താണ്? ഇ ഓഫ് വൈ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ഇ ഓഫ് വൈ എന്താണ്? 0 അല്ല. ഇ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് x² എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടുപിടിച്ചു 1/3 എന്ന്. എക്സ്പെക്ടേഷൻ ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താണ്? അതും എക്സ്പെക്ടേഷൻ ഓഫ് x² തന്നെയാണ്. അതെന്താണ്? 1/3 തന്നെയാണ്. അപ്പൊ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് x² ഇൻറ്റു ഇ ഓഫ് വൈ എന്താണ്? 1/3 ഇൻറ്റു 1/3 ആണ്. അതായത് 1/9. അതിനല്ലേ നേരത്തെ കിട്ടിയത്? അല്ല. എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് x² y എന്ന് പറയുന്നത് ഇ ഓഫ് x² ഇൻറ്റു ഇ ഓഫ് y² അല്ല.
എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് വൈ അല്ല. അപ്പോൾ എന്ത് പറയാം? എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് അല്ല. അല്ലോ, ആദ്യം എന്ത് കിട്ടി? നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇ ഓഫ് എക്സിന്റെ ഇ ഓഫ് വൈ എന്ന് കിട്ടി. അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് നമുക്കത് ഇൻഡിപെൻഡന്റ് ആവണമെന്നില്ല. നമുക്ക് വീണ്ടും എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ നോക്കണം. ആദ്യത്തെ നമുക്ക് റിലേഷൻ ഉണ്ട് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സും വൈയും തമ്മിൽ റിലേഷനാണ്. അപ്പോൾ അത് ഡിപെൻഡന്റ് ആയിട്ടേ വരുള്ളൂ, ഇൻഡിപെൻഡന്റ് വരില്ല. എന്നാലും നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഇ ഓഫ് എക്സ് സ്ക്വയർ വൈ എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് വൈ കിട്ടുമോ നോക്കാം. ഇ ഓഫ് എക്സ് സ്ക്വയർ വൈ എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1/5 എന്ന് കിട്ടി. ഇത് ഇൻറ്റു നോക്കിയപ്പോഴത്തേക്ക് 1/9 ഈക്വൽ അല്ല. അപ്പോൾ എന്താണ്? എക്സും വൈയും ഇൻഡിപെൻഡന്റ് അല്ല. ഇതിൽ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്. എക്സും വൈയും രണ്ട് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ്. മീൻ തന്നിട്ടുണ്ട് 5ഉം 10ഉം റെസ്പെക്റ്റീവ്ലി. സ്റ്റാൻഡേർഡ് ഡിവിഷൻ 2ഉം 3ഉം റെസ്പെക്റ്റീവ്ലി ആണ്. അപ്പോൾ എന്താണ്? എക്സിന്റെ മീൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 5, എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഈക്വൽ ടു 10. ഈ എന്തുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? 4 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. വേരിയൻസ് ഓഫ് വൈ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്. അപ്പൊ വേരിയൻസ് ഓഫ് വൈ എന്താണ്? 9 ആണ്. അപ്പൊ എക്സിന്റെ മീൻ 5. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 5, എക്സ്പെക്ടേഷൻ ഓഫ് വൈ 10. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആണ് എക്സിന്റെ. അപ്പൊ വേരിയൻസ് എക്സ് 4 ആണ്, വേരിയൻസ് വൈ 9 ആണ്. ഇനി എന്ത് വേണം? വേരിയൻസ് ഓഫ് എക്സിന്റെ ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അതാണ് 4. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടുമല്ലോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? 4 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഹോൾ സ്ക്വയർ അല്ലേ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്കറിയാം 5, അതിന്റെ ഹോൾ സ്ക്വയർ 25. അപ്പൊ എന്ത് കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ 29 എന്ന് കിട്ടി. അവിടെ അതേപോലെ വേരിയൻസ് ഓഫ് വൈ അറിയാം. വേരിയൻസ് ഓഫ് വൈ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് ഇ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്, ഈക്വൽ ടു 9 ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ എന്താണ്? 9 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ അല്ലേ. എക്സ്പെക്ടേഷൻ ഓഫ് വൈ എത്ര? 10 ആണ്. അതിന്റെ സ്ക്വയർ 100 ആണ്. അപ്പൊ എത്ര വരും? 109 എന്ന് വരും. അപ്പൊ എന്തൊക്കെ കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അറിയാമായിരുന്നു, എക്സ്പെക്ടേഷൻ ഓഫ് വൈ അറിയാമായിരുന്നു. ഇപ്പോഴും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടി 29, എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ കിട്ടി 109. ഇനി എന്തും കൂടെ വേണം? ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എക്സും വൈയും രണ്ട് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്താണ്? എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്താണ്? ജി ഓഫ് എക്സിന്റെ ഇ ഓഫ് വൈ അല്ലേ. സിൻസ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്, എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്താണ്? ഇ ഓഫ് എക്സ് ഇൻറ്റു ഇ ഓഫ് വൈ ആണ്. നമുക്ക് ഇ ഓഫ് എക്സ് അറിയാം 5, ഇ ഓഫ് വൈ അറിയാം 10. അപ്പൊ എത്ര കിട്ടി? 50 എന്ന് കിട്ടി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ. അപ്പൊ ഇത്രയും കിട്ടി കഴിഞ്ഞു. ഇനി ഇത് വെച്ച് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 50 ആണ്. ഇത് ഇവിടെ കിടക്കട്ടെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 50 ആണ്. ഇനി ആദ്യം എന്ത് വേണം? എക്സ്പെക്ടേഷൻ ഓഫ് യു നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് യു എന്താണ്? യു എന്ന് പറഞ്ഞാൽ 3x + 4y ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് 3x + 4y എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് 3x + 4y എന്ന് പറഞ്ഞാൽ 3 എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് 4 എക്സ്പെക്ടേഷൻ ഓഫ് വൈ അല്ലേ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എത്ര? 5 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് വൈ എത്ര? 10 ആണ്. അപ്പൊ എത്ര കിട്ടി? 15 + 40 ആണ്, 55 എന്ന് കിട്ടി. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് യു കിട്ടി 55 എന്ന്. എക്സ്പെക്ടേഷൻ ഓഫ് ബി കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് ബി എന്ന് പറയുന്നത്? ബി എന്ന് പറഞ്ഞാൽ 3x - y ആണ്. അപ്പൊ എന്ത് വരും? 3 എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ അല്ലേ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അറിയാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 5 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് വൈ 10 ആണ്. അപ്പൊ എത്ര വരും? 15 - 10 എന്നാണ്, 5 എന്ന് കിട്ടി. ഇനി എന്തും കൂടെ വേണം? അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് യു കിട്ടി 55 എന്ന്. എക്സ്പെക്ടേഷൻ ഓഫ് യു കിട്ടി 55.
എക്സ്പെക്ടേഷൻ ഓഫ് വിയും കിട്ടി 5 വന്നു. ഇനി എന്തും കൂടെ വേണം, എക്സ്പെക്ടേഷൻ ഓഫ് യു വി കൂടെ കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് യു വി എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് യു വി അതായത് എക്സ്പെക്ടേഷൻ ഓഫ് യു എന്ന് പറയുന്നത് 3x + 4y ഇൻറ്റു വി എന്ന് പറയുന്നത് 3x - y. ഇത് രണ്ടും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3x × 3x 9x² പ്ലസ് 12xy മൈനസ് 4y² മൈനസ് 3xy. ഇതല്ലേ? അപ്പൊ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് 9x² പ്ലസ് ഇത് രണ്ടും കൂടെ എന്താണ്? 9xy മൈനസ് 4y². അപ്പൊ എന്ത് വരും? 9 എക്സ്പെക്ടേഷൻ ഓഫ് x² പ്ലസ് 9 എക്സ്പെക്ടേഷൻ ഓഫ് xy മൈനസ് 4 എക്സ്പെക്ടേഷൻ ഓഫ് y². ഇവിടെ ആവശ്യമുള്ള എല്ലാം നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. 9 ഇൻറ്റു എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് x² 29 ആണ്. മൈനസ് 9 ഇൻറ്റു ഇത് എക്സ്പെക്ടേഷൻ ഓഫ് xy ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് xy എന്താണ്? 50 ആണ്. അപ്പൊ 9 × 50 മൈനസ് അത് പ്ലസ് ആണ്, ഇടയ്ക്കുള്ള പ്ലസ് അല്ലേ? പ്ലസ് 9 × 50 അടുത്തത് മൈനസ് ആണ്. മൈനസ് 4 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് y² എന്താണ്? 109. 4 × 109 ഇത്രയും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 275 എന്നാണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് യു വി എന്ന് പറഞ്ഞാൽ 275 കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? ഇ ഓഫ് യു ഇൻറ്റു ഇ ഓഫ് വിയും കൂടെ ചെയ്ത് നോക്കാം. ഇ ഓഫ് യു ഇൻറ്റു ഇ ഓഫ് വി എന്താണ്? അത് രണ്ടും ഈക്വൽ ആണ് നോക്കണത്. ഇ ഓഫ് യു വി കിട്ടിക്കഴിഞ്ഞു. ഇ ഓഫ് യു വി എത്ര? 275. ഇനി വേണ്ടത് ഇ ഓഫ് യു ഇൻറ്റു ഇ ഓഫ് വി. ഇ ഓഫ് യു എന്ന് പറയുന്നത് 55. ഇ ഓഫ് വി എത്ര? 5. എത്ര വരും? 275 തന്നെയാണ്. രണ്ട് ഈക്വൽ ആണ്. എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് യു വി ഈക്വൽ ടു ഇ ഓഫ് യു ഇൻറ്റു ഇ ഓഫ് വി എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, താങ്ക് യു.